ഞങ്ങളുടെ അവസ്ഥ പൂർണ്ണമായി മനസ്സിലാവുന്നത് അച്ഛന് മാത്രമാണ്. രജനിച്ചയ്ക്കും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും തുടക്കം മുതൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന് അച്ഛന് സാക്ഷിയാണല്ലോ. അച്ഛന്റെ അഭിപ്രായം ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അച്ഛൻ പറയും, ഈ അവസ്ഥയില് ഞാനും ദേവി എന്ത് ചെയ്യണം? എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. ഞാനും ദേവിയും ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം ഞങ്ങളെന്തിനു ഭയപ്പെടണം? എനിക്കൊന്നും അറിയില്ല അച്ഛാ. ചിലപ്പോ തോന്നും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോണോന്ന്. ചിലപ്പോ തോന്നും എന്ത് വന്നാലും ഇവിടെ തന്നെ നിക്കണോന്ന്. ഇത് എന്റെയും കൂടി വീടല്ലേ അച്ഛാ. പക്ഷെ ഞാനിവിടെ നിൽക്കുമ്പോ മീര ഇവിടേക്ക് വരുന്നത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? മീര പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്താ എനിക്കെന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നാട്ടിലൊക്കെ അറിയില്ലേ? എന്നെ നന്ദു വിവാഹം കഴിച്ചത് തന്നെ ചന്ദ്രത്തിന്റെ സൽപ്പേര് കളയുമെന്ന് വിചാരിച്ച് ഞങ്ങളെ പിരിക്കാൻ നോക്കിയ പ്രഭാന്റിക്കും അച്ഛനും ഈ കുടുംബത്തിനൊക്കെ വലിയ നാണക്കേടാവില്ലേ? ദേവി, നീ എന്റെ ഭാര്യയാണ്. മറ്റാരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. കണ്ടോ, അച്ഛന്റെ അഭിപ്രായം അത് തന്നെയാ. നമ്മളെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതിയെന്നാ അച്ഛനും പറയുന്നേ, അല്ലേ അച്ഛാ? എന്റെ അഭിപ്രായം ഞാൻ അമ്മയോട് പറഞ്ഞു. മീരയോട് പോകാൻ പറയണം. ഞാൻ അവൾക്ക് ഒരു നോട്ടം കൊണ്ട് പോലും വാക്ക് കൊടുത്തിട്ടില്ല. അവള് മാനസിക നില തെറ്റി കാണിച്ചതാ ഈ അക്രമമൊക്കെ. ഞാൻ സത്യമായിട്ട് പറയാ, ചികിത്സ അവൾക്ക് ആവശ്യം. മാനസിക ചികിത്സ. നന്ദു, അങ്ങനെയൊന്നും പറയരുത്. ഇനി ഏത് സമയം അവൾ ഡിസ്ചാർജ് ആയേക്കും. അതിനിടയിൽ തന്നെ തീരുമാനം എടുക്കണം. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ദേവി ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. അത് അംഗീകരിക്കാൻ പറ്റാത്ത ആരാണെങ്കിലും അവർ ഈ വീട്ടിൽ തന്നെ പൊയ്ക്കോട്ടെ. എനിക്ക് ദേവിയുടെ കാര്യം പ്രധാനം. അച്ഛൻ കൊടുക്കുന്ന ധൈര്യം മാത്രം മതി ഇവക്ക്. എനിക്കൊരു പേടിയുമില്ല അച്ഛാ. നന്ദു പറയുന്നതും അച്ഛൻ പറയുന്നതും ഒക്കെ ഞാൻ അനുസരിക്കാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി.